അല്ല, അതിൽ കേരളയിൽ നമുക്ക് ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ കഴിയാവുന്നതായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ലല്ലോ സ്ഥിതി. കാരണം റെയിൽവേ സംവിധാനത്തിന് അനുമതി വേണം. നിങ്ങൾ കൊച്ചിയിലെ നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ, മുഖ്യമന്ത്രി പങ്കെടുത്ത, ഞാനും ആ വേദിയിലുണ്ടായിരുന്നു, കേന്ദ്ര നഗര വികസന മന്ത്രി കൂടി പങ്കെടുത്ത നഗരാസൂത്രണം സംബന്ധിച്ച ശില്പശാലയിൽ കേന്ദ്രമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളം ഇത് സംബന്ധിച്ചുള്ള പ്രപ്പോസൽ നൽകണം. ഇത്രയും വേഗത്തിൽ നഗരവൽക്കരിക്കുന്ന കേരളം മൊത്തത്തിൽ നഗരമാണ്, അതാണ് റിപ്പോർട്ടിൻ്റെ ഒരു കേന്ദ്രം. അത് നിങ്ങൾ നൽകുകയാണെങ്കിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. കേരളത്തിന് ആവശ്യമായൊരു പദ്ധതിയാണെന്ന് കേന്ദ്രമന്ത്രി തന്നെ പ്രസംഗിക്കുകയുണ്ടായി. ഈ വകുപ്പിൻ്റെ ചുമതലയുള്ള, ഇത് റെയിൽവേയുടെ കീഴിലല്ല വരാം, ഇത് നഗരാസൂത്രണത്തിന് കീഴില വരാം. ആ മന്ത്രി തന്നെ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനം കൂടി കണക്കിലെടുത്തിട്ടാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. കേന്ദ്രമന്ത്രി തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അവരല്ലേ വകുപ്പ് നോക്കുന്ന ആളുകൾ. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അതും നമ്മൾ സമർപ്പിച്ചിരുന്നല്ലോ. നമുക്ക് ഈ വേഗത, ആർക്കാ ഇത്ര തിടുക്കം എന്ന ടാഗ്ലൈനല്ലോ നമ്മുടേത്. വേഗതയിൽ കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് ധനമന്ത്രി പറഞ്ഞ പോലെ ഏത് പേര്, ഏത് സാങ്കേതിക വിദ്യ എന്നുള്ളതല്ല, നമുക്ക് കണക്ടിവിറ്റി, ഹൈസ്പീഡ് കണക്ടിവിറ്റി വേണം. അതിന് ഹൈസ്പീഡ് റെയിൽ കണക്ടിവിറ്റി ഏറ്റവും ഉചിതമാണ്. അതിന് പറ്റുന്ന പ്രപ്പോസൽ ഇപ്പോൾ വച്ചിരിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ DPR ഉൾപ്പെടെ മറ്റു കാര്യങ്ങളെല്ലാം കേന്ദ്രവുമായി ആലോചിച്ചിട്ട് തുടർ നടപടികളിലേക്ക് പോകും. അല്ല, നിങ്ങളുടെ കയ്യിൽ കേന്ദ്രം പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേന്ദ്രം ഇങ്ങനെ ഒരു കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം സ്പെഷ്യൽ ഓഫീസറായിട്ട് ശ്രീധരനെ ചുമതലപ്പെടുത്തി എന്നുള്ളൊരു ഉത്തരവുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ചർച്ച ചെയ്യാം. അല്ല, അങ്ങനെ ഉത്തരവുണ്ടോ? അല്ല, ഉത്തരവുണ്ടെങ്കിൽ കോൺഫിഡൻസ് വേണം. ഞാൻ പറ്റി നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പറയണ ഏഷ്യാനെറ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇന്ന കാര്യം ചെയ്യാനെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. ഇത്ര മൊത്തം സാങ്കേതിക, അതിന് കേന്ദ്രം ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് പറയുകയാണ്, കേരളത്തിൽ നിങ്ങളിപ്പോൾ ഈ പദ്ധതിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അതിവേഗ റെയിൽ കൊണ്ടുവരാനുള്ള പുതിയൊരു പദ്ധതിക്ക് ഇപ്പോൾ തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നു, അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ശ്രീധരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പിന്നെ അതല്ലേ ചർച്ച ചെയ്യുക. അങ്ങനെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതിന് വന്നിട്ടില്ല. അല്ല, അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഇതുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണ്ട. ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കി, ആ ഉത്തരവ് ഇതാ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാതെ ഇറക്കിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനൊപ്പം നിൽക്കില്ല. ഞങ്ങൾ ഇത്രയും കാലം കേന്ദ്ര അനുമതിക്ക് വേണ്ടിയില്ലേ കാത്തിരിക്കുന്നത്. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ നൽകിയ ഈ പ്രപ്പോസൽ ഇന്ന കാരണം കൊണ്ട് പ്രായോഗികമല്ല, ഞങ്ങളിതാ പുതുതായിട്ട് ഈ പദ്ധതി കൊണ്ടുവരുന്നു. നമുക്ക് സന്തോഷമല്ലേ? അങ്ങനെ ഒരു ഉത്തരവ് വേണ്ടി വരട്ടെ. നമ്മൾ കാണേണ്ടത്, ഗവൺമെന്റ് ഇപ്പോൾ റെയിൽ സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല, തള്ളിയിട്ടുമില്ല, അനിശ്ചിതത്വം തുടരുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് സമയം കളയാനില്ല. അതുകൊണ്ട് അപ്പോഴാണ് കേന്ദ്ര നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട മന്ത്രി ഈ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് കേരളത്തിന് അനുയോജ്യമാണ് എന്ന്, അതിന് അംഗീകാരം നൽകാമെന്ന്, അത് മന്ത്രിയാണ് നമ്മളോട് പറയുന്നത്. അദ്ദേഹമാണല്ലോ വ്യക്തിയേക്കാൾ പ്രധാനപ്പെട്ടത്. അതുകൂടി കണക്കിലെടുത്ത് നമ്മളിപ്പോൾ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു. അത് കേന്ദ്രത്തിൻ്റെ കൂടി അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് DPR തയ്യാറാക്കാൻ. ഇപ്പോൾ അവർ പറയാണ്, നിങ്ങൾ ഇതിൻ്റെ DPR തയ്യാറാക്കാൻ ഞങ്ങൾ തന്നെ ഇദ്ദേഹത്തെ ചോദ്യം. നമുക്ക് എന്താ തർക്കം? നമ്മളാരും സാങ്കേതിക വിദഗ്ധരല്ലല്ലോ. കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായി ഇതിലും അംഗീകാരം നൽകേണ്ടത്. അവരുടെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് നോക്കാം. ഇപ്പം അവർ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അംഗീകാരം നൽകി, അതിവേഗ റെയിലിൻ്റെ കേരളത്തിന് അംഗീകാരം നൽകി, ഇദ്ദേഹമാണ് അതിന് ചുമതല വഹിക്കുന്നത്. നമുക്ക് എന്താ തർക്കം? നമുക്കത് അപ്പോൾ ചർച്ച ചെയ്യാമല്ലോ. അല്ല, അത് വന്നിട്ടില്ലല്ലോ. ഇത് ഗവൺമെന്റ് ഔദ്യോഗികമായ രേഖയല്ലേ. ഇപ്പോൾ നമുക്ക് കാത്തിക്കാം. നാളെ 1-ാം തീയതി അല്ലേ? നാളെ മറ്റന്നാൾ
ഞായറാഴ്ച 1-ാം തീയതി കേന്ദ്ര ബജറ്റല്ലേ, കേന്ദ്ര ബജറ്റിൽ പറയാണ് കേരളത്തിൽ ഇതാ അതിവേഗ റെയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇത് നമുക്ക് പാസ്സാക്കണ്ട, അതൊക്കെ വെച്ചേക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു ഭാഗം, ആദ്യം പറഞ്ഞ ഭാഗം ഞാൻ പറയുന്നത്, സാങ്കേതിക നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടല്ലോ, തുടക്കം തന്നെ വിവാദത്തിലേക്ക് കൊണ്ടുവരണ്ട. ഇപ്പോ അങ്ങ് പറഞ്ഞ പോലെ കേന്ദ്രം ബജറ്റിൽ കേരളത്തിന് ഒരു അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇത് കൈ നീട്ടി സ്വീകരിക്കാമല്ലോ. നമ്മളെന്തിനാ ഈ ബജറ്റിൽ നമുക്ക് മുടക്കേണ്ട പണം കൂടി ലാഭമാണെങ്കിൽ വളരെ സന്തോഷം. അതിനാവശ്യമായിട്ടുള്ള ഇന്ന കാര്യം സംസ്ഥാനം ചെയ്യണം എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾ കേന്ദ്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഈ ഇത് കേട്ടോ, ഇത് കേട്ടോ മതി. ഇപ്പോ ഈ കേരളം പ്രതീക്ഷിക്കുന്നു, ഈ ശ്രീധരൻ അദ്ദേഹം സാർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ ഉണ്ടാകും.